ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ വൂള് കൊണ്ട് പോം ബെയറിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പോം പോം ഉണ്ടാക്കത്തില്ലേ ഇതും കൊണ്ട്, അതുകൊണ്ട് നമ്മളൊരു ബെയറിനെ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഇത് അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ടോയ് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഹെഡും അതുപോലെ തന്നെ അതിൻ്റെ ബോഡിയുമാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് രണ്ട് ഇത് വേണം. ഇതുപോലത്തെ പോംപോമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പോരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി പോരെണ്ണം കൂടെ ഞാനിതുപോലെ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടത് എങ്ങനെയാണ്? ഇത് ഒരു പക്ഷേ കുറേ പേർക്കെങ്കിലും അറിയാതിരിക്കത്തില്ല ഉണ്ടാക്കാൻ. വളരെ ഈസി. എന്നാലും ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. കാരണം നമ്മളൊരു ബെയറിനെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിൽ, കുഞ്ഞു പിള്ളേർക്ക് പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വൈറ്റ് കളറിലെ വൂളാണ്. നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതാ ഇത് കണ്ടോ, നോക്കിക്കണേ. ഇത്ര വലുപ്പത്തിലാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത്. നല്ല തിക്കായിട്ട് നല്ല തിക്കായിട്ട് നിന്നെങ്കിലേ ഇതിന് ഭംഗി ഒന്നുള്ളൂ. അതുകൊണ്ട് ഒരു വലിയ വൂള് തന്നെ വാങ്ങുക കേട്ടോ. ഇതാ ഞാനങ്ങനെ ചുറ്റുന്നത് നിങ്ങൾ കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? സാരില്ല, താഴെ പോലെ നെവർ മൈൻഡ്സേ. ഇങ്ങനെ നമ്മൾ ചുറ്റുന്നത്. ഇതിനെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇതുണ്ടാക്കാൻ അധികം നേരം ഒന്നും വേണ്ട. നിങ്ങൾ ഓർക്കും ഇതിനൊക്കെ ഒത്തിരി സമയം എടുക്കുന്നു. ഒട്ടും സമയം എടുക്കത്തില്ല. കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് വേണം നിങ്ങൾ ചെയ്തു കൊടുക്കാൻ. അപ്പം അവർക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നും. എപ്പോഴും ഈ ടി വിയുടെ മുന്നിലൊക്കെ ഇരുന്ന് വെറുതെ കണ്ണും കളഞ്ഞുള്ള എന്നാ പറയുന്നത് അനാവശ്യമായ റേഡിയേഷനൊക്കെ അടുപ്പിച്ച് എന്തിനാ വെറുതെ. നമുക്കിതാകുമ്പോഴേക്ക് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അവർക്ക് ഭയങ്കര ത്രില്ലായിരിക്കും ഇതൊക്കെ കാണുമ്പോഴേക്ക്. ശരിയല്ലേ? അവരിത് ചെയ്യാനൊക്കെ പഠിക്കട്ടെ. നമ്മുടെ ആ കുഞ്ഞിക്കാലങ്ങളിൽ പോയാൽ നമുക്ക് മൊബൈലോ ഫോണോ അല്ലെങ്കിൽ ടാബ്ലറ്റോ കമ്പ്യൂട്ടറോ ഒന്നും നമുക്കില്ലായിരുന്നു. നമ്മളൊക്കെ മണ്ണിൽ കളിച്ചും അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഓലപ്പന്ത് കളി എന്തെല്ലാം ആയിരുന്നു അല്ലേ? അതൊക്കെ നല്ല കാലങ്ങളായിരുന്നു, നല്ല നല്ല ഓർമ്മകൾ. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ പോം ഞാനങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ പൊന്നിന് പണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. അവൾ ഇപ്പോഴും അവളുടെ മുറി നോക്കിയതുപോലെ പല കളേഴ്സ് കാണാം. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സവള ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ യൂട്യൂബ് വന്നപ്പോഴേക്കും ഞാൻ ഓരോരോ കാര്യങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതുകൊണ്ടിപ്പം ഞാൻ നിങ്ങളെയും കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട് ഇതിപ്പോൾ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഇതാ കണ്ടോ, ഈ ഒരു പീസ് ഇത് ഈ അറ്റത്തും നമ്മൾ കയറ്റി കൊടുക്കുക. അതെ, ഇങ്ങനെ കയറ്റിയിട്ട് ഇതിനെ നമ്മുടെ വിരലുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് കേട്ടോ. ഇതാ കാണാം നിങ്ങൾക്ക്. ഇത് വീണ്ടും ഒന്നുകൂടെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സെക്യൂറായി. ഇതാ ഇത് കണ്ടോ, ഇത് നമുക്കൊന്ന് പിടിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ മാത്രം കെട്ടിയാൽ പോരാ കേട്ടോ, കംപ്ലീറ്റ്ലി സെക്യൂർ ആവത്തില്ല. ഇത്രയും വലിയ പീസല്ലേ. കൈ നിങ്ങൾ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് ഇവിടെയൊക്കെ നീലച്ച് പോവല്ല. ഞാൻ തന്നെ ഇപ്പം ചുറ്റിട്ട് ഇച്ചിരി കട്ടിയിൽ ഇച്ചിരി കരിനീലിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടുന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിനെ നന്നായിട്ടൊന്ന് മുറുക്കെ പിടിച്ചിട്ട് ഏകദേശം ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് കണ്ടോ ഒന്നുകൂടെ ഇതിനെ ഒന്ന് മുറുക്കി പിടിക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിന് ഈ നൂലിൻ്റെ കനം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു നൂലെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. മിഡിൽ നോക്കിക്കൊണ്ട് ഇതിൻ്റെ മിഡിൽ നോക്കിക്കൊണ്ട് നന്നായിട്ട് വലിച്ച് മുറുക്കി അങ്ങോട്ട് ചുറ്റി കൊടുക്കാം. ഇതിനെ നല്ല സെക്യൂറായിട്ട് ഇപ്പം കെട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ഇതാ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുത്തേക്കുന്നു. കണ്ടല്ലോ. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതിനെ നമ്മളിതാ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഇതിനെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നത് അതിൻ്റെ നടുഭാഗം നോക്കിയിട്ട്. ഇതാ കണ്ടോ, എല്ലാ പോർഷനും നന്നായിട്ട് കട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ഇത് മുറിയത്തുള്ളത് കാരണം ഇത്രയും തിക്കിൽ നമ്മൾ എടുത്തേക്കുന്നേ. ഉണ്ടോ നമ്മുടെ പോം റെഡി ആയിട്ട് വരുന്നേ. ഇതാർക്കും ചെയ്യാവുന്ന പരിപാടിയല്ലേ. കുട്ടികൾക്ക് ഇനി കെട്ടിടാൻ ഇച്ചിരി പാടാണ്. അമ്മമാരുടെ അടുത്തോ നിങ്ങളുടെ പപ്പാമാരുടെ അടുത്തൊക്കെ കൊണ്ടുവന്നതിന് അവർ മുറിച്ച് തരും. ഇതുപോലെ ചെയ്തു തരും കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. നല്ല രസമല്ലേ കാണാനാ. ഇതൊരു ഗിഫ്റ്റായിട്ടൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലേ. നമ്മൾ നെക്സ്റ്റ് സൈഡൂടെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കേൾക്കാമോ? ഇവിടെ നല്ല പൂക്കുറ്റി മഴയാ. ഇതിവിടെ UK എന്നൊന്നും പറയുന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്.
നമ്മുടെ മഴയും കൂടെ കൊണ്ടുവന്നാ തോന്നുന്നു. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മുടെ സംഭവവാസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോഴേക്കും ഇതിനങ്ങോട്ടൊരു ഷേപ്പ് ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കയറുമല്ലോ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇനി നിങ്ങൾ എന്നാ എടുക്കണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പാത്രം, നല്ല വട്ടത്തിലുള്ള പാത്രം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്നതിന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. മനസ്സിലായോ? ഇപ്പം ഗ്ലാസ് വെച്ച് കൊടുക്കുന്നെങ്കിൽ ഇത് ഗ്ലാസ്സിലും വലുതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഈ കാണുന്ന എക്സ്ട്രാ നമുക്ക് വേണം മുറിച്ച് കളയുമ്പോൾ നല്ല പെർഫെക്റ്റ് ഫോം നിങ്ങൾക്ക് കിട്ടും. അതർവൈസ് നിങ്ങൾ എന്നാ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ പിടിക്കണം. പിടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ നോക്കിക്കേ, കണ്ടോ? നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഞെക്കി പിടിച്ചിട്ടേ, കണ്ടോ? ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അരികൊന്ന് കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പിലേക്ക് വരും. കണ്ടോ? നോക്കിക്കോ, കണ്ടോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? കണ്ടോ? അവനിപ്പോൾ ഒരു ഷേപ്പ് കൈ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കൊന്നുകൂടെ നോക്കാം ആരെങ്കിലും ഇനി ഉണ്ടോയെന്ന് ഇതിനകത്ത്. ക്യൂട്ടായിട്ടല്ലേ? ഹായ്. പിന്നെ ഇങ്ങനെ പല ആംഗിൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്തുള്ള എക്സ്ട്രാസ് എല്ലാം ഇങ്ങനെ പോരുന്ന കണ്ടോ? പോം കുട്ടൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കുറച്ചുകൂടെ ഇതിൽ നിന്നും ഇച്ചിരി അങ്ങോട്ട് വലുതാണ്. ഇത് നിങ്ങൾക്ക് കാണാലോ. ഇത് തലയായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു. ഇത് അതിൻ്റെ ഉടൽ ബോഡിയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? നമുക്കിതാ ഇതുപോലത്തെ ചെറിയ ആൾക്കാരെ കൂടെ വേണം. ചെറിയ ആൾക്കാർ. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിക്കാം. ഞാൻ ഓർത്തു ഈ വൈറ്റും റെഡും വരുമ്പോൾ സൂപ്പർ കോമ്പിനേഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ഇങ്ങനെയായിരുന്നു വലുതുണ്ടാക്കിയിരുന്നത് അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് 3 ഫിംഗേഴ്സ് മാത്രം ഉപയോഗിക്കാം. ഇവിടെ ഈ 3 ഫിംഗേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നമ്മൾ ചുറ്റിയെടുക്കാൻ പോകുന്നത്. അത് ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. ഒരുപാട് നല്ല തിക്നെസ് ഉണ്ടെങ്കിലേ ഇത് ഫോം കാണാൻ നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നല്ല തിക്കായിട്ട് നമ്മൾ ചുറ്റുന്നു. നല്ല കളറല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വൂള് വാങ്ങിച്ചിട്ട് എന്തോരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നറിയാമോ? അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ ഒത്തിരി ഉപയോഗിക്കാൻ പറ്റിയത്, കാരണം നല്ല യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ ഏകദേശം തിക്നെസ് ആയിട്ടുണ്ട്. ഇത്ര തിക്നെസ് മതിയാവും കേട്ടോ. അപ്പം ഞാനിതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വൈറ്റ് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ബ്ലാക്കും ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പോം കുട്ടനെ കണ്ടോ? സുന്ദരനായിട്ടല്ലേ അവന്? സുന്ദരക്കുട്ടനായിട്ടുണ്ട്. ഇനി നിങ്ങളിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്തെങ്കിലും കണ്ടെങ്കിൽ അതിനെ കൂടെ കട്ട് ചെയ്ത് വരെ അതിൻ്റെ ഹെഡായി, ബോഡിയായി, അതിൻ്റെ കൈയായി, കാലായി, ചെവിയായി, അതിൻ്റെ കുഞ്ഞിരി വാലും വരെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ കണ്ണും മൂക്കും. അപ്പം ഞാൻ മൂക്ക് ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. കണ്ടോ? ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ കണ്ടിട്ട്. ബെയറിൻ്റെ മൂക്ക് ഏകദേശം ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഏകദേശം ഒരു ഫണി സ്ക്വയർ ഷേപ്പൊക്കെ ആയിട്ട് കണ്ടോ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ ഒരു ബ്ലാക്ക് തുണി എടുത്ത് അതിലേക്ക് പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ ആണ് വെച്ചിട്ട് സൈഡ് കെട്ടേക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ കണ്ണുണ്ടാക്കാൻ എടുത്തേക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് തുണിയുടെ അകത്ത് നമ്മുടെ തെർമക്കോളില്ലേ, തെർമക്കോൾ വെച്ചാണ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ ഒരെണ്ണം കാണിച്ചു തരാം. ജസ്റ്റ് ഒരു കുഞ്ഞു പീസ് എടുക്കുക, ഇതിലകത്തേക്ക് വെച്ച് ചുരുട്ടുക. നമ്മൾ ബ്ലൗസിൽ ഉടുപ്പുകളൊക്കെ പിടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കെട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്ന് തയ്ച്ചെടുക്കാം ചെയ്യണമെങ്കിൽ. കണ്ടോ? അപ്പോൾ നമ്മളിതുപോലെ 2 കുഞ്ഞു കണ്ണുകളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിനെ കുറച്ച് മെസ്സി പാട്ട് കണ്ടോ? കണ്ടോ എത്ര എളുപ്പമാണെന്ന് നോക്കിയേ, കാണാവോ? ഇനി നമ്മൾ ഈ പാട്ടതേ ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് കളയും. 2 കണ്ണുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ? ഇത്ര ഉള്ളു പരിപാടി. ഓക്കെ, അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് ഇതായി തീരുന്നതെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹെഡ്. നിങ്ങൾ കണ്ടോ? ഗ്ലൂ കൊണ്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇവിടെ ഇനി ചെവിയാണ് ചെയ്യാൻ പോകുന്നതേ. ആദ്യം നമുക്ക് ചെവി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളതേ ഒരു പോം എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ? നമ്മളവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അവൻ അവിടെ നനങ്ങാതെ ഇരിക്കും. കണ്ടല്ലോ? അടുത്ത ആളെ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ എടുത്താൽ മതി. കണ്ടോ? നന്നായിട്ടൊന്ന് മുട്ട എടുത്ത് കഴിഞ്ഞിട്ട് അവനെ അവിടെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോ, ദേവിക. നമുക്ക് 2 പേരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ പിന്നെ ഭയങ്കര എളുപ്പമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ അവിടെ തന്നെ ഇരുന്നോളും. കണ്ടല്ലോ? അത്ര നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉടൽ ഭാഗം. കണ്ടോ? ഇതിനെ നമ്മൾ ഇങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുത്ത് ഇതിനെ യോജിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ, വളരെ എളുപ്പമാണ്.
ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഗ്ലൂ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. എല്ലാം ഭയങ്കര ക്യുക്ക് ആൻഡ് ഈസി ആയിരിക്കും ചെയ്തെടുക്കാൻ. കണ്ടോ എന്നാ ഫാസ്റ്റാണൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ അവനെയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഇവരെ രണ്ടുപേരും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്താ കണ്ടോ, ഇതിപ്പം നല്ലതായിട്ട് ഒട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇപ്പം നമ്മുടെ ടെഡി ബിയറിൻ്റെ ചെവി ആയിട്ടുണ്ട്. കള്ളൻ അവൻ്റെ ചെവി റെഡി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് 2 കൈകളാണ്. കൈകൾക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇത് അവിടെ നിന്ന് അനങ്ങാതെ അവിടെ ഇരുന്നോളും കേട്ടോ. ഇവരെ നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അടുത്ത ആളെ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഗ്ലൂ കൊണ്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതാ അടുത്ത ആൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതാ കണ്ടോ, അപ്പോൾ നമുക്ക് ഈ മുഖത്തിന് ഒരു ഷേപ്പും വരും ഇവിടെ. കണ്ടോ, അപ്പോൾ കൈയും റെഡി ആയിട്ടുണ്ട്. ഹലോ കണ്ടോ, കൈ റെഡി. നമ്മൾ അടുത്ത് തന്നെ ചെയ്യാൻ പോണേ, ഇതിന് നമ്മൾ 2 കുഞ്ഞിരി കാലുകൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ കാലുകൾക്കുള്ളതിനെ നമുക്കിതാ ഇതുപോലെ പിടിപ്പിക്കാം. അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. ഓ മൈ ഗോഡ്, വെരി പ്രിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിള്ളേരുടെ എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. അവർ താഴോട്ടും മുകളിലോട്ടും കിടന്ന് നന്നായിട്ട് ചാടും ഇത് കണ്ടു കഴിയുമ്പോൾ. പിന്നെ കാലൊക്കെ വെച്ച് മിടുക്കരായിപ്പോയില്ലേ. നോക്കിയേ, ഇതുവരെ ആയി. നമുക്ക് ഇനി എന്നാ വേണ്ടേ? വാല് വേണ്ടേ? കുഞ്ഞിരി വാല് നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞിരി വാല് ടെഡി ബിയറിന്. ഇതാ നമുക്കൊരു കുഞ്ഞിരി വാല് വെന്തടി കൊട്ടിച്ചെടുക്കാം. അവിടെ ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഇത് 2 കുഞ്ഞു കണ്ണുകൾ വെച്ച് കൊടുക്കാം. ഇതാ കേട്ടാ, ഇതൊക്കെ 2 കണ്ണ് വെച്ചാലേ അത് ഒരു എന്നാ പറയുന്നത്, അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ കണ്ണിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇതാ ഈ കണ്ണിനെ നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. അതിനൊരു ജീവൻ വേണമെങ്കിൽ അതിനൊരു കണ്ണ് വേണം അല്ലേ? എന്തിനും ഒരു കണ്ണായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ഇവിടെ ഒരു കണ്ണ് വെച്ച് കൊടുക്കാൻ പോവാം. അവിടെ ഇരിയടാ. ഈ നൂല് പോലെ വരുന്നൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, അത് ശരിയായിക്കോളും. അവൻ്റെ കണ്ണ് അവിടെ ഇരിയടാ. അപ്പം അവൻ്റെ കണ്ണുകൾ 2 നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു. കണ്ടോ നിങ്ങൾ? ആൻഡ് ദെൻ സീ, അപ്പം ഇതിൻ്റെ നോസ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. കണ്ടോ? ആൻഡ് ദെൻ ഇത് പുറകുണ്ടോ? എനിക്ക് എത്രമാത്രം ഭംഗിയായിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇതാ കേട്ടോ, ഇതിൻ്റെ കുഞ്ഞിത്തല എല്ലാമായിട്ട് അതിൻ്റെ കുഞ്ഞു വാല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതേ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ തോന്നുവാണ് അയ്യോ നൂല് ഇത്രയും വേണ്ടായിരുന്നു, അവിടെ ഇത്തിരി തൂങ്ങിക്കിടക്കുന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്ന പോലെ നമുക്ക് ഇത്തിരി ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഹലോ, ഇതാരായിരിക്കുന്നേ? കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കി ഇതിനെ കാണാൻ. എനിക്ക് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. സോ ക്യൂട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഞാൻ ഉണ്ടാക്കി. വാല് നോക്കിക്കേ, എന്താ കളി. എനിക്ക് അവൻ്റെ വാല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കി കുഞ്ഞിരി വാല് ഭയങ്കര രസം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മടിയിലിരുത്തി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യണം. അതിലതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്യും. എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഫലപ്രദമായെന്ന് തന്നെ കരുതട്ടെ. അതിനപ്പുറം കുഞ്ഞുങ്ങളെ ഒത്തിരി സന്തോഷിപ്പിക്കാൻ പറ്റും. അവരുടെ ടിവിയും ഫോണുകളും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അവർക്കും ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിരുന്ന് കളിക്കാനും ഇത് തന്നെ ഉണ്ടാക്കുമ്പോൾ അവരും ഭയങ്കര പ്രൗഡായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ കരുതട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ എൻ്റെ കാര്യം എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ. എനിക്ക് അവരോട് കളിക്കാൻ ഇഷ്ടമാണെന്നാണ് നമ്മുടെ പോമ്പംകുട്ടൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇവനെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. കുഞ്ഞുകുട്ടികളൊക്കെ ചെയ്യണത് നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ട് അവനെ. അപ്പോൾ നമുക്ക് വീണ്ടും ഉടനെ തന്നെ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ. സേ ബൈ. ബൈ.